ഈ ഫിഷിൻ്റെ തലയിൽ ഒരു ലൈറ്റ് കണ്ടോ? നമ്മുടെയൊക്കെ ഒരു മിന്നാമിനിങ്ങിൻ്റെ ഒക്കെ ഉള്ള പോലെ ഒരു ലൈറ്റ്. 6500 അടി താഴ്ചയിൽ ജീവിക്കുന്ന സീ ഡെവിൾ എന്നറിയപ്പെടുന്ന ആംഗ്ലർ ഫിഷിന് ഇന്ന് ലോകം മൊത്തം അറിയപ്പെടാനായിട്ടൊരു കാരണമുണ്ട്. അത് 6500 അടി താഴ്ചയും താണ്ടി സൂര്യപ്രകാശത്തിനെ ടച്ച് ചെയ്യുന്ന ആ ഒരു ലാസ്റ്റ് നിമിഷം, അതിൻ്റെ ജീവിതത്തിലെ ലാസ്റ്റ് നിമിഷത്തിൽ ഒരു ക്യാമറാമാൻ അത് ക്യാപ്ചർ ചെയ്തപ്പോൾ ആ വീഡിയോ ലോകം മൊത്തം ഏറ്റെടുക്കുകയും ലോകത്തിന് മൊത്തം അത് കണ്ണീരായി മാറുകയും ചെയ്തു. അതായത് ഇത്രയും താഴ്ചയിൽ അറിയാമല്ലോ, 6500 അടി താഴ്ച എന്നൊക്കെ പറയുമ്പോൾ വെളിച്ചത്തിന് കടന്നു വരാൻ പോലും പറ്റില്ല. അത്രയും കൂരാക്കൂര ഇരുട്ടിൽ ഇവർക്കൊക്കെ ഈ ഒരു ആംഗ്ലർ ഫിഷ്, അതായത് ഈ ഒരു സീ ഡെവിൾ എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്. അവർക്ക് ജീവിക്കാനും, അതായത് നമ്മുടെ മിന്നാമിനിങ്ങിനൊക്കെ പോലെ അവർക്ക് വഴി കാട്ടാനൊക്കെ ഉള്ള ലൈറ്റ്. അപ്പോൾ ഇതിനെ ഒരു ഹിസ്റ്ററിക് മൊമെൻ്റ് പോലെ ആക്കിയെടുത്ത് ഒരു ഫെയറി ടെയിൽ പോലെയും, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, കഥ എഴുത്തുകാരും മെംസും ട്രോൾസും ഒക്കെ ഏറ്റെടുത്തു. ഇതിന് തൻ്റെ കൂട്ടത്തിലുള്ള ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്ത് യാത്ര തുടർന്ന ഒരു പോരാളിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് ലോകം മൊത്തം അതിനെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സീ ഡെവിളിൻ്റെ അവസാന നിമിഷത്തെ വീഡിയോ ആണ് ഈ കാണുന്നത്. അതിങ്ങനെ സൂര്യപ്രകാശത്തിന് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ, അതും ഇത്രയും ദൂരത്തു നിന്നും 6500 അടി താഴ്ചയിൽ നിന്നും വന്ന് സൂര്യനെ ടച്ച് ചെയ്യുന്ന ലാസ്റ്റ് മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്തത് ഈ ഒരു ക്യാമറമാനാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ആകെ ഒരു 3-4 ഇഞ്ച് മാത്രമേ ഇതിൻ്റെ ഒരു നീളമുള്ളൂ, വളരെ ചെറുതാണ്. എന്നിട്ട് പോലും അതിന് ഇത്രയും ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റ്, ആ സൂര്യപ്രകാശത്തിനെ ടച്ച് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതിന് ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു ക്യാമറമാനാണ് ഈ പുള്ളി. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ ലോകം മൊത്തം ഏറ്റെടുത്തു. ഈ ഒരു മത്സ്യത്തിൻ്റെ ടാറ്റു വരെ ആളുകൾ അടിക്കാൻ തുടങ്ങി. മെംസ് ആണെങ്കിലും ട്രോൾസ് ആണെങ്കിലും ഒരുപാട് മീഡിയ പേജസ്, ഒരുപാട് ഇൻ്റർനാഷണൽ, നാഷണൽ ലെവൽ ഒരുപാട് മീഡിയാസ് ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മലയാളത്തിൽ അത് അധികം കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക.